കണ്ടിട്ടില്ല അത് കണ്ടിട്ടില്ല കേട്ടാ. ആ ഇപ്പൊ കണ്ടു ഒയ്യോ പിടിച്ചു. അയ്യോ ഉള്ളി പോയി ഇതിൻ്റെ ഉള്ളിൽ പോയി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ചെറുവക പാമ്പൊക്കെ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. വലിയ പാമ്പൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക. പറയും ഇത് കണ്ട നോക്കിയേ, നമ്മുടെ വീടിന്റെ നേരെ ഫ്രണ്ട്. ഞാൻ ഇപ്പൊ വല്ല തന്നെ മുഖം കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് നേരെ കേറിയിട്ടുള്ളൂ കേട്ടാ. ഉപ്പ കടയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഇതായത് രംഗം. പിന്നെ നമ്മുടെ പൂച്ചകളൊക്കെ ഉള്ളത് കൊണ്ടുണ്ടാ, ഇവിടെ ഒരു പൂച്ചുണ്ട്. ഈ പൂച്ച ഉള്ളത് കൊണ്ട് ഇവരൊന്നും നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല. കണ്ടാ നോക്കിയേ, എന്ത് പാമ്പത് ഉണ്ടാ പൂച്ച പിടിച്ചുണ്ട്. എന്ത് പാമ്പ്? അയ്യോ കൊണ്ടല്ല വെള്ളിടത്തോളം വലിയ പ്രശ്നമില്ല. ഇതെന്ത് വിഷമുള്ള പാമ്പല്ലല്ലോ, തേയ് പാമ്പല്ല, വേറെ അല്ല പാമ്പ വിട്ടത്. ദൈവം കുട്ടിയോ അല്ല. ഇവിടുത്തെ ഈ പാമ്പിന്റെ പേര് ആർക്കെങ്കിലും ഇറങ്ങി നോക്കൂട്ടാ. നോക്കി ഇതാണ് സാധനം ഉണ്ടാ. എന്ത് പാമ്പാന്ന്? ദേവി പാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് പല ടൈപ്പ് പാമ്പുണ്ട് മാ. ഇത് ഏത് ഇനത്തിലോട്ടെന്ന് അറിയും നമുക്ക്? ഇത് കുട്ടിപ്പാമ്പാണ്. കുട്ടിപ്പാമ്പ് അല്ലേ? കുട്ടിപ്പാമ്പാ നല്ലത്. അടിച്ചോനെ എടാ വിട് അല്ലേ? വിഷമുള്ള പാമ്പല്ലല്ലോ. എടാ വിഷമുള്ള പാമ്പാണോ? ബാക്കില് അതിന്റെ പുറത്ത് സൈഡ് ഇതുണ്ടാ മഞ്ഞ. നീർക്കുലി പാമ്പ് മഞ്ഞ ഉണ്ടോ നീ? അതിന്റെ അവിടെ എന്ത് പാമ്പായിരിക്കും? അയ്യോ രണ്ടെണ്ണം കൊണ്ട് നിന്നിട്ടാ. ഇവരെന്താ കാട്ടുക? നോക്കി ഇതാ സാധനം കേട്ടോ. നോക്കി ഉണ്ടാ, അത് ഏത് ഇനത്തിൽ പെട്ട പാമ്പാന്ന് അറിയോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അറിയിക്കട്ടാ. എടാ ഞാൻ ഇപ്പം മേലെ തന്നെ മറ്റേ മുഖം കഴുകിയിട്ടേ അവിടുന്ന് മുഖം കഴുകിയിട്ടേ ഇപ്പൊ ഞാനിപ്പോ കണ്ടാ ഇവിടെ മുഖം കഴുകിയിട്ട് ഇപ്പൊ തന്നെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൂ. അയ്യോ ഉണ്ടാ, ഇതാണ് സാധനം കേട്ടാ. ഏത് പാമ്പ് നോക്കണേ? എടാ ഇതാവോ? കെട്ടൊക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളില് സാധനം എല്ലാം നോക്കിയേ ഉണ്ടോ? ഇത് ഏത് പാമ്പാ നോക്കിട്ടാ നിങ്ങള്? ഏത് പാമ്പാണെന്ന് അറിയിക്കണേ. നമുക്ക് ഇതിന്റെ പേരും കാര്യമൊന്നും അറിയില്ല. വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ അറിയില്ല. പക്ഷെ ഒരു പേടില്ലാതെ നിക്കണ നോക്കിയ പൂച്ച. അപ്പോൾ ഈ പാമ്പുണ്ടല്ലോ, അപ്പോൾ ഫുള്ളും എല്ലാവരും ജാഗ്രത പാലിക്കാട്ടാ. കാരണം ചൂടും കാര്യമൊക്കെ ഉണ്ട്, പിന്നെ കുറേ മഴയും കാര്യമൊക്കെ പെയ്തില്ലേ. അപ്പം അതൊക്കെ പുല്ലുന്നും അവിടെ നിന്നൊക്കെ വരികയാണ്. പിന്നെ ഇതുപോലെ പൂച്ചകളൊക്കെ ഓരോ വീട്ടിലും പൂച്ചകളൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ അടുപ്പിക്കൂല. നമ്മുടെ ഇവിടെ തന്നെ ഒരു 4-5 പൂച്ച ടോട്ടൽ വരുന്നുണ്ട്. ആ 4-5 പൂച്ച ഉള്ളത് കൊണ്ട് നമുക്ക് ഇല്ലാണ്ട് ബാധിക്കില്ല. ഇവർ നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പോണു നമ്മൾ വെറുതെ വിടില്ല. ഇത് എവിടെന്നാ പിടിച്ചു കൊടുന്നാണോ? എവിടുന്ന്? ഇത് ഇവിടുന്നാ? ആ ഈ ഭാഗത്തുനിന്ന് തോന്നുന്നു. എന്താ പോണു സ്ഥലം? പക്ഷെ അതിൻ്റെ ഉള്ളിക്ക് പോയി ഉണ്ടാവും കേട്ടാ. പൊക്കോ വരുന്നിട്ടാ. അതെങ്ങനെ തോണ്ടി കളയപ്പോ? എടാ അത് വിഷമില്ലാത്ത പാമ്പെന്ന് ഉറപ്പല്ലേ? ഇത്
ചെരുപ്പിലേക്ക് വരുന്നേ. എടാ ഈ സാധനമൊക്കെ ഞാൻ പറയാൻ പറ്റില്ല. ചെരുപ്പിലൊക്കെ വന്നിരുന്ന് അറിയുമ്പോ ഇല്ലല്ലേ. അയ്യോ ഈ സാധനം കുട്ടിപ്പാമ്പാണ് കേട്ടാ. അപ്പൊ അതിന്റെ തള്ളവിടെ ഉണ്ടാവും അല്ലേ? ഇത് കുട്ടിപ്പാമ്പാണ്, അത് തള്ള ഉണ്ടാവും. എന്താ പോണ് ചെരുപ്പിൽ കയറി. ഇത് മൂർഖമാമ്പാണെങ്കില് പൂച്ചന്റെ അയ്യോ കടിക്കുന്നു നോക്കിയേ. പൂച്ചന്റെ അയ്യോ കടിച്ചു. പേടില്ല ഇതില്ലേ? അല്ല പറഞ്ഞ അതിന്റെ വായുന്ന് എങ്ങനെയെങ്കിലും ഇതാക്കിട്ടെന്നാ പറഞ്ഞേക്കാ പാമ്പിനെ. വിഷമില്ലാത്ത പാമ്പല്ലേ? വിഷമില്ലാത്ത പാമ്പാണെങ്കിൽ അതിനെ കാട്ടിക്കനെ പറഞ്ഞേക്ക്. പൊക്ക അതിനെ പറഞ്ഞോ. ഇതെടുക്ക്. ഇങ്ങോട്ട് വരുന്നേ. അയ്യോ ഇല്ല, അതിന്റെ അടുത്ത് കൂടെ പോണ വടിയെടുക്ക്. അയ്യോ ഇതാ പോണ. അയ്യോ കണ്ടിട്ടില്ല അത് കണ്ടിട്ടില്ല കേട്ടാ. ഇപ്പൊ കണ്ടു. ഒയ്യോ പിടിച്ചു. പാവണ്ടാ. അല്ല വിഷമില്ലാത്ത പാമ്പല്ലേ? അപ്പൊ പിന്നെ വേണ്ട, പൊക്കോട്ടെ. പാവം. എന്തിനാണ് അതിന് പറയാ പേര്? ഇതിനെ മറ്റേ എല്ലാവരുടെയും ദൈവപ്പാമ്പ് എന്നൊക്കെ പറയാ. ദൈവപ്പാമ്പോ? ദേവിപ്പാമ്പ് എന്ന് പറയാ. അങ്ങനെ പറയൂ. ഞങ്ങൾക്ക് പാമ്പുണ്ടോന്ന് അറിയില്ല. അതെ അറിയില്ല. ആർക്കെങ്കിലും ഈ പാമ്പിന്റെ പേരറിയാണെങ്കിൽ ഒന്ന് കമന്റ് അറിയിക്കട്ടാ. നമുക്ക് പാമ്പിന്റെ പേരൊന്നും അറിയില്ല. അയ്യോ ഇതാ പോണു. അങ്ങോട്ടാ പോയത്. അയ്യോ ഉള്ളി പോയി. ഇതിന്റെ ഉള്ളിൽ പോയി. കുഴപ്പമില്ലല്ലേ? അങ്ങോട്ട് പറഞ്ഞിട്ടാ മതിയായിരുന്നു. ആണോ? അയ്യോ അങ്ങനെതാ അതിന്റെ ഉള്ളിലേക്ക് ആൾ പോയിട്ടുണ്ട് കേട്ടാ. ഇത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ ഒന്നും അറിയില്ല. ഉപ്പ പറഞ്ഞ് ദേവിപ്പാമ്പോ എന്താ പേര് പറയുന്നുണ്ട് കേട്ടാ. നമുക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. അപ്പോൾ ആളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ആളെ രക്ഷപ്പെടുത്തിയ ആൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങോട്ട് വിടാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ കടിക്കുന്ന ഇനത്തിലെല്ലാം തോന്നുന്നു. പിന്നെ നമുക്കിതാ പിന്നെ ഇതാ അവിടെ ഒരാളുണ്ട്, ഇവിടെ 2, അവിടെ ഒരാൾ 3, 4, 5 പേര് നമുക്ക് ഇവിടെ പൂച്ചകളുള്ളതുകൊണ്ട് പ്രശ്നമില്ല, സേഫാണ്. എന്നാലും ശ്രദ്ധിക്കണം. പൂച്ചയില്ലാത്ത വീടുകളിലൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. മഞ്ഞച്ചേര അതിന് തല കാണുന്നില്ലല്ലോ. ഓ ഇത് വലിയ സാധനം. ഓ അവിടെ ഉണ്ട്. വലിയ സാധനം. ഓ വലിയ സാധനമാണ്. പള്ളി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ വീട്ടിലും നല്ല അടിപൊളി ഒരു തേയ്പ്പാമ്പ്. പള്ളിക്കലെന്നിപ്പോണ്ട്, പള്ളിക്കലുണ്ട് ഒരു ചേരയാണ് കേട്ടോ. നല്ല കൂടിയനല്ല, ചേര, മഞ്ഞച്ചേരയാണ്. നമ്മളെ കണ്ടപാട് പേടിച്ച് ഓടി ചെയ്തു ചേരന്ന് പിള്ളേരെ കണ്ടതാട്ടാ. അപ്പോൾ മഞ്ഞച്ചേരയാണ്. നല്ല ഹലാക്കിൽ വലിപ്പുണ്ട് കേട്ടോ അത് അല്ലേ. കണ്ടപാട് പേടിച്ചപാട് അത് കണ്ട വഴി ഓടി പോയി. ഫുള്ളും പുറത്തിറങ്ങിണ്ടാവും, അതായിരിക്കും. അപ്പം അങ്ങനെ പാമ്പിന് 5 കളിയാണ് കേട്ടോ. എവിടെ നോക്കിയാലും പാമ്പിന് 5 കളിയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ചെറുതൊക്കെ പാമ്പൊക്കെ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. വലിയ പാമ്പൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക. പറയും പാമ്പൊക്കെ ഉള്ളതാണ് ശ്രദ്ധിക്കാൻ പറയും. ശ്രദ്ധിക്കുക. കുറെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കുക. കുഞ്ഞു മക്കളെ ശ്രദ്ധിക്കാൻ പറയും. കുഞ്ഞു മക്കളെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ.